അമ്മേ, എന്താടാ? ഒന്നുമില്ലമ്മേ. ടെഡി ബെയറോ? ഇതെങ്ങനെ ഇവിടെ വന്നേ? അമ്മേ, ബാത്റൂമിന്റെ അകത്ത് പോയി ഇവൻ എന്താ എണ്ണിക്കൊണ്ടിരിക്കുന്നേ? ഇവനൊരു വട്ടനാണ് തോന്നുന്നു. കൈയുടെ പൊസിഷൻ മാറിയിട്ടുണ്ടല്ലോ. നേരം കാലത്തിനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബൊമ്മയും കളിപ്പിച്ചോണ്ട് ഇരിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? താനെ നടന്നു വന്നിരുന്നതായിരിക്കും. ചോദിക്കുന്നു കേട്ടില്ലേ? എന്താടാ? എന്താ? ഒന്നുമില്ലമ്മേ. പേടിച്ചു പോയി. ഇപ്പോഴല്ലേ മനസ്സിലായത്? പ്രതീക്ഷ പോലെ തന്നെ ആ സംഭവം നടന്നു. ഹലോ, പറയടാ. ഇക്കണക്കിന് പോയാ എനിക്ക് വട്ടുപിടിക്കുന്നു നീ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നില്ലേ? ഇപ്പൊ സംഭവിച്ചു. എന്താടാ ഈ പറയുന്നത്? നീ ഒന്ന് പെട്ടെന്ന് വന്ന് എന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും. എത്ര തന്നെ സൈക്കോളജി പഠിച്ചാലും ഒരു പ്രാന്തന് അവനെ തന്നെ ചികിത്സിക്കാൻ പറ്റില്ലല്ലോടാ. എന്താടാ ടി വിയിൽ വല്ല വട്ടം പടം കണ്ടോണ്ടിരിക്കുക? ശരി, നീ എങ്ങും പോകാതെ അവിടെ ഇരി. ഞാൻ ഉടനെ വന്നേക്കാം. ഉമ്മയൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ, ശരിക്കും ഞാൻ നിന്നോട് സംസാരിച്ചോണ്ടിരിക്കാം. നിനക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഈ ബാത്റൂമിൽ സംസാരിക്കുന്നൊന്ന് കുറയ്ക്കണം. ഇത് നോക്കട്ടെടി, നിന്നോട് സംസാരിക്കാൻ തുടങ്ങിയാ എനിക്ക് വട്ടായെന്ന് പറഞ്ഞ് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ അടച്ചിടും. എന്റെ ഫ്രണ്ട് വരുന്നവരയ്ക്കും എന്റെ മനസ്സിനെ ഇളക്കാൻ ഞാൻ തയ്യാറല്ല. എന്ത് സംഭവിച്ചാലും ഞാൻ റിയാക്ട് ചെയ്യില്ല. എല്ലാം മായ. ഇപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിച്ചൂടെ? എന്താ ശരിക്കൊരു മണ്ടച്ചാറാണല്ലോ. സ്കൂളിൽ എന്നെ പല ഇരട്ടപ്പേരുകളിലും വിളിച്ചിട്ടുണ്ടെങ്കിലും ആരും ഇതുവരെ മണ്ടച്ചാരെന്ന് വിളിച്ചിട്ടില്ല. എങ്ങനെയാ കരടിപ്പാവ് സംസാരിക്കുന്നത്? ഈ ടെഡി സംസാരിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? കേക്കാടാ. ഇതന്നെ ഞാൻ കുറെ നേരമായിട്ട് പറയുന്നത്. ഇവൻ വിശ്വസിക്കുന്നില്ല. ഓ, നിന്റെ പേരെന്തുവാ ടെഡി? എന്റെ പേര് ശ്രീന്ന. ഇത് പറയുന്നല്ല സത്യമാണോടാ? കണ്ണിന്റെ മൂവ്മെന്റ് ഞാൻ ശ്രദ്ധിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും പറയുന്നൊക്കെ സത്യം. പാവല്ലേ, ഈ ചെറിയ പ്രായത്തില് ഇങ്ങനെ പ്രേതമായി പോയല്ലോ. പ്രേതൊന്നും വിളിക്കരുത്. ട്രെയിനിൽ നിന്നെ കണ്ടപ്പോ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും തോന്നി. എന്റെ ക്ലാസ്മേറ്റ് ഋഷിയുടെ വീട് ഇവിടെ ആലുവേല. അവിടെ എന്നെ ഒന്ന് ആക്കി തന്നാ മതി. സീറ്റ് ബെൽറ്റ് പ്ലീസ്. ഋഷി എന്നെ ഇങ്ങനെ കണ്ട ശരിക്കും ഷോക്കായി പോവും. ഋഷി നിന്റെ ബോയ്ഫ്രണ്ടാ? അതൊക്കെ താനെന്തിനാ അറിയുന്നേ? ആ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടാമോ? ഋഷി എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരു ക്ലോസ് ഫ്രണ്ട്. അതാ പറഞ്ഞ ബോയ്ഫ്രണ്ടാണ്. ഇനിയെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്. എന്തൊരു ജാടയായിരുന്നു കരടിക്ക്.
ഏയ് ശ്രീ, എന്തിനാ നമ്മളിങ്ങനെ കള്ളന്മാരെ പോലെ പോകുന്നത്? അവന്റെ അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈം എന്നെ ഇങ്ങനെ കാണണ്ട. ഞാൻ പറയുന്നത് ഋഷിക്ക് മനസ്സിലാവും. ദാ അവിടെ ശിവ. പേരൻസ് വീട്ടിലില്ലാത്തപ്പോ ശരിക്കും ആ ചാൻസ് യൂട്ടിലൈസ് ചെയ്യാനല്ലേ. പപ്പ എപ്പോഴും ഫ്രിഡ്ജിൽ സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും. 1-2 മിസ്സായാലും പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. സല്യൂട്ട്. ചിയേഴ്സ് ഇറ്റാലിയൻ. നസ്ട്രാവിയ. ഇവിടെ ആരുമില്ല, നമുക്ക് പോവാം. അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ട് ഋഷിയാ. വേണ്ട ശ്രീ. ഡോണ്ട് യു ഹാവ് എ ഗേൾഫ്രണ്ട് ഇൻ യുവർ കോളേജ്? മുംബൈയിൽ നിന്ന് വന്നിട്ട് ഇവിടെയുള്ള കോളേജ് പെണ്ണുങ്ങളെ കണ്ട ഒരുമാതിരി അമ്മച്ചിമാരെ പോലെയുണ്ട്. സൗണ്ട്സ് ബോറിംഗ്. പക്ഷെ ഞാൻ അങ്ങനെ ബോറിംഗ് ആയിരിക്കില്ല. അടി അടി അയ്യോ, എന്നോട് അവൻ ബോയ് ഫ്രണ്ട് അല്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഒരു പക്ഷേ ബോയ് ബെസ്റ്റീന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? മറ്റവന് പകരം ഇപ്പൊ നിന്നെ അടിക്കുന്നു തോന്നുന്നേ. എങ്ങനെയാ ശിവ ഇങ്ങനെ ചതിക്കാൻ പറ്റുന്നേ? 2 ദിവസമായി എന്നെ കാണാനില്ലെന്ന് പോലും മറന്നിട്ട് എങ്ങനെയാ അവരിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നേ? ഇറ്റ്സ് ഓക്കെ ശ്രീ, കാം ഡൗൺ. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നിടത്തേക്ക് നീ വാ. ശിവ വേണ്ട ശിവ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യേയില്ല. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ സർ. ശിവ എന്നെ തിരിച്ചു കൊണ്ടുപോ ശിവ. ഇല്ല ശ്രീ, നീ ഇവിടെയാ വേണ്ടത്. വാ പോ. എന്താ അത്? നീ വല്ലതും കേട്ടായിരുന്നോ?